നമസ്കാരം, ഞാൻ ഡോക്ടർ സജ്ന കെ. നമുക്കിന്ന് പ്രിമെൻസ്ട്രൽ ടെൻഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്കൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ട സിറ്റുവേഷൻ എപ്പോഴാണ് നമുക്കൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ടത് എന്ന് നോക്കാം. അതായത് ഈ പ്രിമെൻസ്ട്രൽ ടെൻഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 4 ദിവസത്തിൻ്റെ ഉള്ളിലൊക്കെ സ്വാഭാവികമായിട്ട് മാറുന്നത് എല്ലാ മാസം വരികയും വളരെയധികം നമ്മുടെ നിത്യജീവിതത്തിന് ഇത് എഫക്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് നമ്മളൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ടത്. നിത്യജീവിതത്തിനെ എഫക്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ആരോഗ്യത്തിനെയും നമ്മുടെ ഒരു ഡേ ടു ഡേ ലൈഫിനെ ഇത് വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു എന്ന് കാണുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു ഹെൽപ്പ് എടുക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു പ്രിമെൻസ്ട്രൽ നമ്മൾ എന്തൊരു ആരോഗ്യ പ്രശ്നങ്ങളാണെങ്കിലും നമ്മളതിനെ ആദ്യം മനസ്സിലാക്കുക, അതിനെപ്പറ്റി അവെയർ ആവുക എന്നുള്ളതാണ് പ്രധാനം. പിന്നെ അതിനെ അക്സെപ്റ്റ് ചെയ്യും, അതിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ അടുത്ത നടപടികളൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രിമെൻസ്ട്രൽ ടെൻഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇനി ഇതല്ല സമയത്ത് വേറെ എന്തെങ്കിലും രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് നിങ്ങൾ അഭിമുഖീകരിക്കുന്നതെങ്കിൽ അതിനെ പറ്റിയിട്ടൊക്കെ പറയാനായിട്ട് നിങ്ങൾക്ക് ഈ കമൻറ്റ് ബോക്സ് യൂസ് ചെയ്യാവുന്നതാണ്.